ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. നമ്മൾ 2 ദിവസം മുന്നേ ഒരു എഗ് ട്രേ യൂസ് ചെയ്തുകൊണ്ട് പാവക്കുട്ടികളെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ട്രാക്ക് സ്യൂട്ടിൻ്റെയോ അതല്ലെങ്കിൽ ബർബുഡയുടെ ഒക്കെയോ വള്ളി ഉണ്ടല്ലോ, നിങ്ങൾ നാടാന്ന് പറയും. അപ്പോൾ ആ ഒരു വള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് അതും വേണം, അതുപോലെ ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പീസും വേണം. അപ്പോൾ അത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ കാർഡ്ബോർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ താഴെയിൽ യെല്ലോ കളറുണ്ട്. അപ്പോൾ അതിൻ്റെ കളറില്ലാത്ത ഭാഗത്ത് നമുക്ക് ഒരു ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കണം. എന്നിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കാർഡ്ബോർഡ് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഏതെങ്കിലും മൂലയിൽ കൊണ്ടുവച്ചാൽ അതിൻ്റെ ഭംഗി ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യുമ്പോഴാണ് അത് നല്ല അട്രാക്റ്റീവായിട്ട് നല്ല കാണാൻ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ തന്നെ അത് പ്ലേസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ബ്ലാക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വള്ളി ഇടയാറ്റം ഇതുപോലെ കെട്ടിക്കൊടുക്കാം. അതിനുശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്ന വിധം നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു നമ്മുടെ ഊഞ്ഞാലൊക്കെ പോലെയാണ് ചെയ്യുന്നത്. ഞാനിതിൻ്റെ ബാക്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എങ്കിലാണ് അത് അവിടെ നിൽക്കുള്ളൂ. അപ്പം നല്ല രീതിയിൽ തന്നെ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ആക്ച്വലി ഞാനൊരു ജൂട്ടിൻ്റെ ത്രെഡാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കിയത്, പക്ഷേ അത് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു പഴയ ട്രാക്ക് സ്യൂട്ടിൻ്റെ ഈ ഒരു വള്ളി കിടക്കുന്നത് കണ്ടത്. അപ്പം ഞാൻ അതങ്ങെടുത്തു. ഓക്കെ, അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വാളിൻ്റെ മുകളിലാണ് ഇത് ഹാങ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ആണി അടിച്ചിട്ടുണ്ട്. പക്ഷേ ആണി ഒട്ടും ആഴത്തിലല്ല അടിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ആണിയുടെ തൊട്ട് മുകളിലായിട്ട് നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ആ നാട സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. അതായത് ആ വള്ളി അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഞാൻ ആ പാവക്കുട്ടികളെ ജസ്റ്റ് അവിടെ ഒന്ന് വച്ചു നോക്കി. അപ്പം കുറച്ച് ഡിസോർഡറായിട്ടാണ് കിടക്കുന്നത്. ആ ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ താണു കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. വാളിൻ്റെ മുകളിൽ ഞാൻ നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നേരെ നിൽക്കുന്ന രീതിയിൽ ആ നമ്മുടെ കാർഡ്ബോർഡ് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ കാർഡ്ബോർഡ് ഇങ്ങനെ വളഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. കാരണം നമ്മുടെ ആണിക്ക് തീരെ ബലമില്ല. അതുകൊണ്ട് തന്നെ ഇത് അവിടെ വെക്കാൻ വേണ്ടി കഴിയും. കാരണം അധികം വെയിറ്റ് ഉണ്ടാകുമ്പോൾ ആണി ഇങ്ങനെ ഇളകിപ്പോരും. അതുകൊണ്ടാണ് എല്ലാം ഗ്ലൂ വെച്ച് അപ്ലൈ ചെയ്യുന്നത്, ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യണത്. ഇനി നമുക്ക് ആ കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പാവക്കുട്ടികളെ വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അതവിടെ നിൽക്കുന്നുണ്ട്. ഇളകി പോരുന്നൊന്നുമില്ല. നല്ല രീതിയിൽ അതവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വള്ളിയുടെ മേലിൽ കുറച്ച് ബ്രൗൺ കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ബ്രൗൺ കളറ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കളർ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കാണുന്ന സൈഡിൽ മാത്രം നമുക്കൊന്ന് കളർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ വീഡിയോയിൽ ആ ഒരു കളർ കാണിക്കുന്നില്ല. പക്ഷേ ഇത് ആ ഒരു കളറിലാണ് ഉള്ളത്. നമ്മൾ പുറമേ ശരിക്കും കാണുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ ആ ഒരു ബ്രൗൺ കളർ വരുന്നുണ്ട്. ആദ്യം ഒരു ആഷ് കളർ പോലെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ അടിച്ചപ്പോൾ വീഡിയോയിൽ ഒരു ബ്ലാക്ക് കളറാണ് നിങ്ങൾ കാണുന്നുണ്ടാവുക. പക്ഷേ നേരിട്ട് കാണുമ്പോൾ അതൊരു ബ്രൗൺ കളറാണ്. ഇനി നമുക്ക് കുറച്ച് ലീഫിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലകത്ത് കുറച്ച് ലീഫ് വെട്ടിയെടുക്കാം. ചെറിയ ലീഫാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നേരിയ രീതിയിൽ നമുക്ക് പേപ്പർ വെട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ചിട്ട് നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കാം. ചെറിയ ലീഫാണ് വേണ്ടതെങ്കിൽ കൂടി കുറേ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറേ എണ്ണം ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ലീഫ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീഫെല്ലാം കൂടിയിട്ട് അതിൻ്റെ ആ ഒരു വള്ളിയുടെ മേലിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സാധാ ഗ്ലൂ വെച്ചിട്ടും ചെയ്യാം. ഞാൻ സാധാരണ നമ്മുടെ ബോട്ടിൽ കിട്ടുന്ന ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് താഴെ വരെ വച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ മോളോടാണ് വീഡിയോ എടുക്കാൻ പറയുന്നത്. കാരണം ഞാൻ കുറച്ച് ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോഴാണ് അവളിങ്ങനെ ഫോണിങ്ങനെ ഷെയ്ക്കാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് വീഡിയോ ഈ ഒരു രീതിയിൽ നിൽക്കുന്നത്.
അപ്പോൾ ഈ ഒരു ലീഫും കൂടെ വെച്ചപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇതായിരുന്നു അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പരിപാടി കൂടെ ബാക്കിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രോ എടുത്തിട്ടുണ്ട്. ആ സ്ട്രോ ചെറിയ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സ്ട്രോ ഉണ്ട്. അപ്പോൾ അത് അവിടുന്ന് മാറ്റണം. അതിനുശേഷം നമ്മുടെ ക്ലേ ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഗ്രീൻ കളർ പെയിൻറ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അത് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം ഇതും കൂടി നമുക്ക് ആ ഒരു ഊഞ്ഞാലിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതും കൂടെ ഞാൻ ആ 2 സൈഡിലായിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് 2-3 നമ്മുടെ സ്റ്റോൺസ് ഉണ്ടല്ലോ ഡ്രസ്സിലൊക്കെ വെക്കുന്ന, അതും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിതും കൂടെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. ഈ ഒരു ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അതുപോലെ ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ ബൈ.